So the next topic is law of gearing, അല്ലെങ്കിൽ അതിനെ കണ്ടീഷൻ ഫോർ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി റേഷ്യോ ഓഫ് ടൂത്ത്ഡ് വീൽ എന്നും നമ്മൾ പറയും. സോ ഇത് പറയാൻ വേണ്ടി കൺസിഡർ രണ്ട് ഗിയർ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് ദിസ് ബി ദ ഫസ്റ്റ് ഗിയർ. ഇത് രണ്ട് ഗിയറിൻ്റെ രണ്ട് ടീത്തിൻ്റെ പോർഷൻസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഗിയർ 2 ഉണ്ട്, ഇവിടെ ഗിയർ 1 ഉണ്ട്. ഈ രണ്ട് ഗിയറും തമ്മിൽ മെഷായിട്ടാണ് ഇരിക്കുന്നത്. സോ ഈ രണ്ട് ഗിയറിലെയും രണ്ട് ടീത്തുകളുടെ പോർഷൻസ് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് ഞാൻ ഈ കർസർ മൂവ് ചെയ്യുന്ന ഇത് കണ്ടോ, ദിസ് ഈസ് ദ ടീത്ത് പോർഷൻ ഓഫ് ദ ടീത്ത്. ദിസ് ഈസ് എ പോർഷൻ ഓഫ് ദ ടീത്ത് കണ്ടോ. ഗിയർ ടൂവിൻ്റെ ഒരു ടീത്തിൻ്റെ ഒരു പോർഷനാണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഈ കർസർ മൂവ് ചെയ്യുന്നത് ഗിയർ 2ൻ്റെ ടീത്തിൻ്റെ ഒരു പോർഷനാണ്. ഓക്കെ, സിമിലർലി ദിസ് ഈസ് എ പോർഷൻ ഓഫ് എ ടീത്ത് കറസ്പോണ്ടിങ് ടു ഗിയർ 1. ഗിയർ 1ൻ്റെ ടീത്തിൻ്റെ ആ ഒരു പോർഷനാണ് ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ പോർഷൻ. ഓക്കെ, സോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇവിടെ ആക്ച്വലി ഗിയർ 1 ഉണ്ട്, ഗിയർ 2 ഉണ്ട്. ബട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗിയർ 1ൻ്റെയും ഗിയർ 2ൻ്റെയും രണ്ട് ടീത്തുകൾ തമ്മിൽ മെഷ് വരുന്ന സമയത്തുള്ള ആ ഒരു കോണ്ടാക്റ്റ് പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഗിയർ 2ൻ്റെ ടീത്തിൻ്റെ ഒരു പോർഷനാണ് ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ സിമിലർലി ദിസ് ഈസ് എ പോർഷൻ ഓഫ് ഗിയർ 1 വിച്ച് ഈസ് ബീയിങ് കൺസിഡേർഡ്. സോ രണ്ട് ഗിയറിൻ്റെ ടീത്തുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന സമയത്തുള്ള ആ ഒരു കോണ്ടാക്റ്റ് പോർഷനാണ് ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ പോർഷൻസ് ഓഫ് ടു ടീത്ത്. രണ്ട് ടീത്തുകൾ തമ്മിലുള്ള പോർഷൻസാണ് ഈ വരച്ചിരിക്കുന്നത്. രണ്ട് ടീത്തിൻ്റെ പോർഷൻസാണ് ഈ വരച്ചിരിക്കുന്നത്. ദിസ് കറസ്പോണ്ട്സ് ടു വീൽ 1 അല്ലേ. വീൽ 1 ഓർ പിനിയൻ ആൻഡ് വീൽ 2 ഈസ് എ ഗിയർ. വീൽ 1 നോക്കിക്കേ, ഇതാണ് ഗിയർ അല്ലെങ്കിൽ വീൽ 1 എന്ന് പറയുന്നത്. സോ ഈ വീൽ 1 നോർമലി ചെറുതാണ്, കണ്ടോ, ചെറുതാണ്. അതുകൊണ്ട് ഇതിനെ പിനിയൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഗിയർ ഉണ്ട്, ബട്ട് നമ്മളത് വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഗിയർ 1ൻ്റെ ഒരു ചെറിയ ടീത്തിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ കൂട്ടത്തിൽ ഈ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും നോക്കിയാൽ ഈ ഫസ്റ്റ് ഗിയറാണ് ചെറുത്, അതുകൊണ്ട് അതിനെ പിനിയൻ എന്ന് പറയുന്നു. ഈ സെക്കൻഡ് ഗിയറാണ് വലുത്, അതുകൊണ്ട് നമ്മളതിനെ ഗിയർ എന്ന് പറയുന്നു. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ രണ്ട് ടീത്തുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ഈ പോയിൻ്റാണ് Q. അതാണ് ഇവിടെ പറയുന്നത്. കോമൺ കോണ്ടാക്റ്റ് പോയിൻ്റ് അറ്റ് Q എന്ന് പറയും. കണ്ടോ, ഈ സെക്കൻഡ് ഗിയറിൻ്റെ ടീത്തും ഈ ഫസ്റ്റ് ഗിയറിൻ്റെ ടീത്തും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ഈ ഒരു ഭാഗം ആണ് Q എന്ന് പറയുന്നത്. കോമൺ കോണ്ടാക്റ്റ് പോയിൻ്റ് അറ്റ് Q. പിന്നെ പറയുന്നത് നമ്മൾ പിച്ച് സർക്കിളും എല്ലാം ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു, ഓൾറെഡി വീഡിയോയ്ക്കകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ രണ്ട് കേർവ് കാണാം, കണ്ടോ. ഇവിടെ ഒരു കേർവ് കാണാം, ഇവിടെ ഒരു കേർവ് കാണാം, കണ്ടോ. ഈ രണ്ട് കേർവും സൂചിപ്പിക്കുന്നത് ഗിയർ 2ൻ്റെ പിച്ച് സർക്കിളാണ്, കണ്ടോ. ഇത് പിച്ച് സർക്കിളാണ്, ഗിയർ 2ൻ്റെ പിച്ച് സർക്കിളാണ്. ഇത് ഗിയർ 1ൻ്റെ പിച്ച് സർക്കിളാണ്. ഈ ഗിയർ 2ൻ്റെ പിച്ച് സർക്കിളും ഈ ഗിയർ 1ൻ്റെ പിച്ച് സർക്കിളും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ആ കോമൺ പോയിൻ്റ് ആണ് P എന്നുള്ള പോയിൻ്റ്. അതിനെ നമ്മൾ പിച്ച് പോയിൻ്റ് എന്നാണ് പറയുന്നത്. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഗിയർ 1ൻ്റെയും ഗിയർ 2ൻ്റെയും പിച്ച് സർക്കിൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ആ പോയിൻ്റ് പിച്ച് പോയിൻ്റ് P ആയിട്ട് നമ്മൾ ഇവിടെ ഈ പോയിൻ്റ് P ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്നത് TT ബി ദ കോമൺ ടാൻജൻറ്റ്. ഇപ്പം നമുക്കറിയാം Q എന്നുള്ള പോയിൻ്റ് അറിയാം. ഈ ക്യൂവിൽ കൂടെ ഞാനൊരു ടാൻജൻറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ അതാണ് ഈ TT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. TT ഈസ് ദ കോമൺ ടാൻജൻറ്റ് ആൻഡ് MN ഈസ് ദ കോമൺ നോർമൽ. ഈ പോയിൻ്റ് ക്യൂവിൽ കൂടെ ഞാനൊരു നോർമൽ വരയ്ക്കുക. അപ്പോൾ അതിനെ MN എന്ന് പറഞ്ഞ ഒരു കോമൺ നോർമലായിട്ട് ഞാനതിനെ കൺസിഡർ ചെയ്യുന്നു. ഫ്രം ദ സെൻറ്റേഴ്സ് O1 ആൻഡ് O2 ഡ്രോ O1M ആൻഡ് O2N പെർപെൻഡിക്കുലർ ടു MN. സോ നമുക്ക് നമ്മുടെ സെൻറ്റേഴ്സ് അറിയാം. ഇത് O1 ആണ്, ഇത് O2 ആണ്. സോ ഈ രണ്ട് സെൻറ്റേഴ്സിൽ നിന്നും നമ്മൾ ഈ MNനോട് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുക. നമ്മുടെ MN എന്നുള്ളത് ഏതാ? MN ആണ് കോമൺ നോർമൽ, കണ്ടോ. ഈ വരച്ചിരിക്കുന്നതാണ് MN എന്നുള്ളത് കോമൺ നോർമലാണ്. സോ ഫസ്റ്റ് നമ്മൾ O2വിൽ നിന്നും ഈ MNലോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പോൾ ആ ലൈനാണ് ഈ വരച്ചിരിക്കുന്ന ലൈൻ, കണ്ടോ. O2N, കണ്ടോ.
O2N നമ്മൾ വരച്ചു. സിമിലർലി O1-ൽ നിന്നും ഈ MN എന്നുള്ള ലൈനിലോട്ട് ഒരു ലൈൻ വരച്ചു, പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അതാണ് O1M. ഓക്കെ. സോ വീൽ 1 ഓൺ ദ വീൽ 1 പോയിന്റ് Q മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ QC. സോ നമ്മൾ ഈ പോയിന്റ് Q കൺസിഡർ ചെയ്യുവാണെങ്കിൽ, വീൽ 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇതാണ് വീൽ 1 അല്ലേ. ഈ വീൽ 1ലും ഈ പോയിന്റ് Q ഉണ്ട്. വീൽ 2ൻ്റെയും കോമൺ കോണ്ടാക്ട് പോയിന്റ് ആണ് ഈ Q. എന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ടീത്തുകൾ തമ്മിലുള്ള കോമൺ കോണ്ടാക്ട് പോയിന്റ് ആണ് Q. ഇപ്പോൾ നമ്മൾ വീൽ 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ, വീൽ 1 അല്ലെങ്കിൽ ഗിയർ 1 അല്ലെങ്കിൽ പിനിയൻ 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ആ പിനിയൻ 1-ൽ Q എന്നുള്ള പോയിന്റ് ഉണ്ട്. ആ Qൻ്റെ ഡയറക്ഷൻ, ഈ ടീത്ത് 1 നമ്മുടെ ഗിയർ 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ Q എന്നുള്ള പോയിന്റിൻ്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഈ QC ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ ദ വീൽ 1 പോയിന്റ് Q മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ QC. നമ്മൾ ഈ വീൽ 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗിയർ 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ വീൽ 1 പോയിന്റ് Q മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ QC. ഈ Q കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ Qൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് QC ആണ്. സിമിലർലി നമ്മൾ വീൽ 2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ, വീൽ 2-ലെ ഇപ്പോൾ വീൽ 2 എന്ന് വെച്ചാൽ ഈ ഗിയർ 2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഗിയർ 2ൻ്റെ ഭാഗമാണ് ഈ Q എന്നുള്ള പോയിന്റ്. ഈ Qൻ്റെ ഡയറക്ഷൻ, Q എന്നുള്ള പോയിന്റിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ QD എന്നുള്ള ഈ ലൈനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ പോയിന്റ് Q കൺസിഡർ ചെയ്യുവാണെങ്കിൽ, കണ്ടോ, പോയിന്റ് Q മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ QD. സോ വീൽ 2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ പോയിന്റ് വീൽ 2ൻ്റെ ഭാഗമായ ഈ പോയിന്റ് Qൻ്റെ ഡയറക്ഷൻ QD ആണ്. കണ്ടോ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അനുസരിച്ച് QD എന്നുള്ള ഈ ഡയറക്ഷനിലാണ് വീൽ 2ൻ്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. വീൽ 2ൻ്റെ ഭാഗമായ ഈ Qൻ്റെ വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. സോ V1 and VB be the velocities of the point Q on the wheels 1 and 2 respectively. സോ നമ്മൾ ഈ രണ്ട് വീൽസും കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് വീൽ 1 കൺസിഡർ ചെയ്താൽ, വീൽ 1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ പോയിന്റ് Qൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു വീൽ 1 നമുക്ക് QC ആണെന്ന് ഞാൻ പറഞ്ഞു. ആ QCയെ ഞാനിവിടെ V1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന V1. കണ്ടോ, ഈ QC പോയിന്റ് Qൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ വീൽ V1, വിത്ത് റെസ്പെക്ട് ടു ദ വീൽ 1 ആണ് ഈ QC. അതിനെ V1 എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സിമിലർലി നമ്മുടെ സെക്കൻഡ് വീൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഈ Qൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് Qൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് വീൽ, അതാണ് QD. അതിനെ നമ്മൾ V2 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതാണ് ഈ V2 ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്കറിയാം ഈ പോയിന്റ് Qൻ്റെ വെലോസിറ്റിയാണ് നമുക്ക് ഈ രണ്ടിടത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദ വീൽ V1 നമുക്ക് ഫസ്റ്റ് ഗിയറിനെ ബേസ് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി V1 ആക്കി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ സെക്കൻഡ് ഗിയറിനെ ബേസ് ചെയ്ത് ഈ പോയിന്റ് Qൻ്റെ വെലോസിറ്റി V2 ആക്കി നമ്മൾ മാർക്ക് ചെയ്യുന്നു. സോ നമുക്കറിയാം ഈ പോയിന്റ് Qന് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ വെലോസിറ്റിയേ പാടുള്ളൂ. ഇപ്പം ഗിയർ 1ൻ്റെ പോയിൻ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താലും, ഗിയർ 2ൻ്റെ പോയിൻ്റായിട്ട് Qനെ കൺസിഡർ ചെയ്താലും, അവിടെ രണ്ടിടത്തെയും വെലോസിറ്റി ഷുഡ് ബി സെയിം. സോ വി ക്യാൻ റൈറ്റ്, ഓക്കെ, വെലോസിറ്റി സെയിം ആയിരിക്കും. മാത്രമല്ല, സോ റിസോൾവിങ്, അത് പറയുന്നതിന് മുമ്പ് ഒരു സംഭവമുണ്ട്. ദ കമ്പോണൻസ് ഓഫ് ദീസ് വെലോസിറ്റീസ് അലോങ് ദ കോമൺ നോർമൽ MN മസ്റ്റ് ബി ഈക്വൽ. സോ ഇവിടെ നോക്കുക, നമ്മുടെ കോമൺ നോർമൽ ഏതാ? MN ആണ് കോമൺ നോർമൽ. ഇപ്പം നമ്മൾ വെലോസിറ്റീസ് മാർക്ക് ചെയ്തു, V1 മാർക്ക് ചെയ്തു, V2 മാർക്ക് ചെയ്തു. സോ നമ്മളിനി ഈ വെലോസിറ്റിയെ, ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ വെലോസിറ്റിയെ നമ്മൾ ഈ MN എന്ന് വെച്ചാൽ നമ്മുടെ കോമൺ നോർമലാണ്. അപ്പോൾ നമ്മൾ ആ MNൻ്റെ ടേംസിൽ നമ്മൾ അതിനെ റിസോൾവ് ചെയ്യാൻ പോവാം. സോ നമുക്കറിയാം ഈ V1 എന്നുള്ള വെലോസിറ്റി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. V1ൻ്റെ ആംഗിൾ ഇവിടെ ആൽഫയാണ്. ഇവിടെ ആൽഫ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ V1 ആക്ട് ചെയ്യുന്ന വെലോസിറ്റി ആൽഫയാണ്. സിമിലർലി ഈ V2 ആക്ട് ചെയ്യുന്ന വെലോസിറ്റി, കണ്ടോ, ഈ V2 ആക്ട് ചെയ്യുന്ന വെലോസിറ്റി, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ബീറ്റയാണ്. V1 ആക്ട് ചെയ്യുന്ന വെലോസിറ്റി ആൽഫ, V2 ആക്ട് ചെയ്യുന്ന വെലോസിറ്റി ബീറ്റ. സോ നമ്മൾ ഈ MN എന്ന് വെച്ചാൽ നമ്മുടെ കോമൺ നോർമലാണ്. ഈ MNനെ ബേസ് ചെയ്ത് നമ്മൾ ആ ഫോഴ്സസ് ഒന്ന് റിസോൾവ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ആ വെലോസിറ്റി കമ്പോണൻസ് റിസോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു: V1 cos ആൽഫ ഷുഡ് ബി ഈക്വൽ ടു V2 cos ബീറ്റ എന്ന് നമുക്ക് കിട്ടും. കണ്ടോ, ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. V1 cos ആൽഫ എന്ന് വെച്ചാൽ V1ൻ്റെ ആംഗിൾ അല്ലേ.
അപ്പം നമുക്ക് ഈ എം എന്നിൻ്റെ നമ്മുടെ കോമൺ നോർമലിൻ്റെ ആ ഡയറക്ഷനിൽ നമ്മൾ ആ കമ്പോണൻസ് ഓഫ് വെലോസിറ്റിയെ നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. v1 cos alpha ഷുഡ് ബി ഈക്വൽ ടു v2 cos beta എന്ന് നമുക്ക് കിട്ടുന്നു. സോ നമുക്ക് ഇങ്ങനെ കിട്ടി v1 cos alpha ഈക്വൽ ടു v2 cos beta. ആ സെയിം ഫിഗർ തന്നെയാണ് ഇവിടെ താഴെ മാറ്റി വെച്ചിരിക്കുന്നത്. സോ ഇത് റിസോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ആ സെയിം ഫിഗർ തന്നെ ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നത്. സോ അതിൽ നിന്ന് നമുക്കറിയാം v1 cos alpha ഷുഡ് ബി ഈക്വൽ ടു v2 cos beta എന്ന് നമുക്ക് കിട്ടി. സോ ഈ v1നെ നമുക്കറിയാം v ഈക്വൽ ടു r ഒമേഗ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ആ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. v ഈക്വൽ ടു r ഒമേഗ. r എന്ന് വെച്ചാൽ റേഡിയസ്, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി. സോ ആ ഒരു ഫോർമുല നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ v1നെ നമുക്ക് ആ v ഈക്വൽ ടു r ഒമേഗ എന്നുള്ള ഫോമിൽ എഴുതുന്നു. സോ v1 എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ നോക്കുന്നു. ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഈ ഗിയറാണ് അല്ലേ. നമുക്ക് v ഈക്വൽ ടു r ഒമേഗ എന്നുള്ള ഫോമിൽ ഈ v1നെ എഴുതണം. സോ നമുക്കിവിടെ ഫസ്റ്റ് ഗിയർ ആയതുകൊണ്ട് ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ω1 ആണ്. സോ ω1 ഇൻറ്റു അതിൻ്റെ റേഡിയസ് r ഒമേഗ എന്നാണ് നമ്മുടെ ഫോർമുല. v ഈക്വൽ ടു r ഒമേഗ. അപ്പോൾ r ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ω1 ഉണ്ട്. നമുക്ക് r കണ്ടുപിടിക്കണം. r എന്നുള്ളതിൻ്റെ r എന്ന് പറയുന്നത് നമ്മുടെ റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറയുന്നത് O1 തൊട്ട് ഈ Q വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് r. ഓക്കെ. സോ നമ്മൾ അങ്ങനെ r-ന് പകരം നമ്മൾ O1Q എഴുതുന്നു. സോ നിങ്ങളിവിടെ നോക്കുന്നു, ഇവിടെ നോക്കുക. സോ ഓക്കെ. സോ v ഈക്വൽ ടു r ഒമേഗ. സോ ഇത് ഒമേഗ, ഇത് r. കണ്ടോ, ഒമേഗയ്ക്ക് ഫസ്റ്റ് ഗിയർ ആയതുകൊണ്ട് ഒമേഗയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ω1. r എന്നുള്ള റേഡിയസ് ആണ്. റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ട് O1 തൊട്ട് Q വരെയുള്ള ഈ ഡിസ്റ്റൻസ്, അതാണ് റേഡിയസ് r. മനസ്സിലായല്ലോ. സോ നമ്മുടെ ഗിയർ 1ൻ്റെ റേഡിയസ്, അതാണ് r, ഈ r കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ω1 ഇൻറ്റു O1Q ഇൻറ്റു കോസ് ആൽഫ, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു v2. v2 നോക്കിക്കേ. v2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗിയറിൻ്റെ വെലോസിറ്റി. സെക്കൻഡ് ഗിയറിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ω2 ആണ്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റു അതിൻ്റെ റേഡിയസ് അല്ലേ, ഇവിടെ ഒമേഗ ഇൻറ്റു r ആണ് അല്ലേ. ആ റേഡിയസ് എന്ന് പറയുന്നത് ഇത് O2 ആണ്. O2 തൊട്ട് ഈ Q വരെയുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ ഇതിനെ O2 ഇൻറ്റു Q എന്ന് എഴുതുന്നത്. കണ്ടോ, ഇവിടെ ഇത് O2 ആണ്. O2 തൊട്ട് ഈ Q വരെയുള്ള ഡിസ്റ്റൻസ്. സോ ω2 ഇൻറ്റു O2 ഇൻറ്റു Q ഇൻറ്റു കോസ് ബീറ്റ എന്ന് നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ കോസ് ആൽഫ എന്നുള്ള ആ ഒരു ടേം നമുക്ക് നോക്കാം. നമ്മുടെ ആൽഫ എന്ന് നോക്കാം. നമ്മുടെ ഫിഗറിൽ ആൽഫ എന്ന് പറയുന്നത് നമുക്കിവിടെ ഓൾറെഡി ആൽഫ എന്നുള്ളത് ഈ ആൽഫയാണ് നമുക്ക് ശരിക്കും ഉള്ളത്. സോ നമ്മുടെ ഫിഗറിൽ ഇത് ആൽഫ ആണെങ്കിൽ ഈ ആംഗിളും ആൽഫ ആയിരിക്കും. കണ്ടോ, ഇവിടെ ആൽഫയും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് ആൽഫ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ ആൽഫ ആണെങ്കിൽ ഈ ആംഗിളും ആൽഫ ആയിരിക്കും. സിമിലർലി ഈ ആംഗിൾ ബീറ്റ ആണെങ്കിൽ ഈ ആംഗിളും ബീറ്റ ആയിരിക്കും. സോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ നിന്ന് കോസ് ആൽഫ എഴുതുന്നു. കോസ് ആൽഫ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് ആൽഫ എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ് അതാ O1M എന്നുള്ളതാണ് നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ്. O1M ഡിവൈഡഡ് ബൈ O1M ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ സൈഡ് ഓപ്പോസിറ്റ് ടു ദ 90 ഡിഗ്രി ആംഗിൾ അല്ലേ. O1M ഡിവൈഡഡ് ബൈ O1Q വരും. കണ്ടോ, ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ O1Q ആണ്. സോ O1Q വരും. അപ്പോൾ അതാണ് കോസ് ആൽഫ. നമ്മൾ അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. കോസ് ആൽഫയ്ക്ക് O1M ഡിവൈഡഡ് ബൈ O1Q എഴുതുന്നു. ഇസിക്കൽ ടു ω2 ഇൻറ്റു O2Q അതുപോലെ എഴുതുന്നു ഇൻറ്റു കോസ് ബീറ്റ. കോസ് ബീറ്റയുടെ വാല്യൂ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ് ബീറ്റ ഇസിക്കൽ ടു കോസ് ബീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫിഗർ നോക്കാം. കോസ് ബീറ്റ നോക്കുവാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് O2N ആണ് അല്ലേ. കോസ് ബീറ്റ ഇസിക്കൽ ടു O2N ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ ആംഗിൾ സൈഡ് ഓപ്പോസിറ്റ് ടു ദ 90 ഡിഗ്രി ആംഗിളാണ് ഹൈപ്പോട്ടന്യൂസ്. സോ ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡാണ്. സോ O2P ആണ് അല്ലേ. സോ O2Q. സോ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, നമ്മുടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ. സോ O2Q വരും. സോ ഇറ്റ് വിൽ ബി O2Q.
സോ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് ബീറ്റ ഈസ് ഈക്വൽ ടു O2n/O2q എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ O1q-ഉം ഈ O1q-ഉം ക്യാൻസൽ ആയിപ്പോവും. സോ ഇങ്ങനെ കിട്ടുന്നു ω1 × O1m ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ O2q-ഉം ഈ O2q-ഉം ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും. O2q ആൻഡ് O2q. സോ വി വിൽ ബി ഗെറ്റിംഗ് ω2 × O2n എന്ന് കിട്ടുന്നു. സോ ω1 × O1m ദാറ്റ് വിൽ ബി ഈക്വൽ ടു ω2 × O2n. സോ അതുപോലെ നമുക്കിങ്ങനെ കിട്ടുന്നു. അപ്പം അവിടെ നിന്ന് നമുക്കിങ്ങനെ കിട്ടുന്നു ω1 ഡിവൈഡഡ് ബൈ ω2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു O2n ഡിവൈഡഡ് ബൈ O1m. സോ നമുക്ക് ഈ ഒരു ഫോർമുലയിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. സോ ഈ ഒരു ഫോർമുല ഇതിൽ നിന്നാണ് നമുക്ക് ഇത് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടി. ω1/ω2 കണ്ടോ, ω1 ഡിവൈഡഡ് ബൈ ω2 ദാറ്റ് ഈസ് ഈക്വൽ ടു O2n ഡിവൈഡഡ് ബൈ O1m. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് ഫോർമുല കിട്ടി. ഇനി നമ്മൾ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ O1MP എന്ന് വെച്ചാൽ ഇതാണ്. O1 ഇതാണ്, M ഇതാണ്, P ഇതാണ്. ആൻഡ് O2NP, O2 ഇതാണ്, N ഇതാണ്, P ഇതാണ്. സോ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് എഴുതാം O2n ഡിവൈഡഡ് ബൈ O1m എന്ന് വെച്ചാൽ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ O2n എന്ന് വെച്ചാൽ O2n ഇതാണ്, ഡിവൈഡഡ് ബൈ O1m എന്ന് വെച്ചാൽ ഇതാണ്, ഈ സൈഡാണ്. സോ ഈ സൈഡ് ഡിവൈഡ് ബൈ ഈ സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു O2p എന്ന് വെച്ചാൽ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് O2p ഡിവൈഡഡ് ബൈ O1p എന്ന് വെച്ചാൽ ഈ സൈഡ്. ഓക്കെ, സോ സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ റേഷ്യോ അങ്ങനെ എഴുതാം. സോ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെ കിട്ടി O2n ഡിവൈഡഡ് ബൈ O1m ദാറ്റ് ഈസ് ഈക്വൽ ടു O2p ഡിവൈഡഡ് ബൈ O1p എന്ന് നമുക്ക് കിട്ടി. സോ ഈ രണ്ട് ഇപ്പം നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ റിലേഷൻ കിട്ടി. അപ്പോൾ ഇത് ഈ ഫസ്റ്റും ടൂവും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം ω1/ω2 ദാറ്റ് ഈസ് ഈക്വൽ ടു O2n ഡിവൈഡഡ് ബൈ O1m ദാറ്റ് ഈസ് ഈക്വൽ ടു O2p ഡിവൈഡഡ് ബൈ O1p. സോ ആ രണ്ട് ഇക്വേഷൻസ് 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടുന്നു. സോ ഇതിൽ പറയുന്നത് ടു ഹാവ് എ കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റി റേഷ്യോ ഫോർ ഓൾ ദ പൊസിഷൻസ് ഓഫ് ദ വീൽ ദ പോയിന്റ് P മസ്റ്റ് ബി എ ഫിക്സഡ് പോയിന്റ് കോൾഡ് പിച്ച് പോയിന്റ് ഫോർ ദ ടു വീൽ. സോ ഇവിടെ നമുക്കറിയാം ω1/ω2 എഴുതിയപ്പോൾ നമുക്ക് ഫൈനലി O2p ഡിവൈഡഡ് ബൈ O1p എന്നൊരു റേഷ്യോ നമുക്ക് കിട്ടി. ഓക്കെ, സോ രണ്ടിടത്തും P വരുന്നുണ്ട് അല്ലേ, രണ്ട് റേഷ്യോയ്ക്കകത്തും മുകളിലെയും താഴെയും P വരുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആംഗുലർ വെലോസിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ P ഒരു ഫിക്സഡ് പോയിൻ്റ് ആയിരിക്കണം. P മസ്റ്റ് ബി എ ഫിക്സഡ് പോയിൻ്റ് കോൾഡ് പിച്ച് പോയിൻ്റ് ഫോർ ദ ടു വീൽ. സോ പിച്ച് പോയിൻ്റ് രണ്ട് വീൽസുകൾ തമ്മിൽ ഇങ്ങനെ മെഷിങ് വരുന്ന സമയത്ത് അവിടെ ഒരു കോമൺ കോണ്ടാക്ട് പോയിൻ്റ് ഉണ്ടായിരിക്കണം, പിച്ച് പോയിൻ്റ്. ആ പിച്ച് പോയിൻ്റ് ഒരു ഫിക്സഡ് പോയിൻ്റും ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. In other words, the common normal at the point of contact between a pair of teeth must always pass through the pitch point. So ഇതാണ് ലോ ഓഫ് ഗിയറിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദ കോമൺ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. കോമൺ നോർമൽ ഏതാ? MN ആണ് നമ്മുടെ കോമൺ നോർമൽ. at the point of contact between a pair of teeth must always pass through the pitch point. സോ ഇത് കണ്ടോ, രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിലുള്ള പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് Q ആണ് അല്ലേ. സോ ആ ക്യൂവിൽ കൂടെ നമ്മളൊരു കോമൺ നോർമൽ വരച്ചപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. MN എന്നുള്ളതാണ് നമ്മുടെ കോമൺ നോർമലായിട്ട് നമുക്ക് കിട്ടിയത്. ആ MN എന്ന് പറയുന്നത് നമ്മുടെ പിച്ച് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന പോയിൻ്റാണ്. ഇവിടെ നോക്കിയാൽ മതി, നമ്മൾ ആദ്യം നമുക്ക് ആദ്യം അറിയാം, നമുക്ക് രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വന്ന പോയിന്റ് Q ആണെന്ന് നമുക്കറിയാം. ആ ഗിയർ ടീത്തുകളുടെ Q എന്നുള്ള പോയിന്റിൽ കൂടെ നമ്മളൊരു കോമൺ നോർമൽ വരച്ചു, അതാണ് MN എന്നുള്ള പോയിന്റ് അല്ലേ. ആ കോമൺ നോർമലാണ് MN എന്നുള്ള ലൈന്. ആ കോമൺ നോർമൽ എന്നുള്ള ലൈന് നമ്മുടെ പിച്ച് പോയിന്റിൽ കൂടാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെ നോക്കിയാൽ മതി, കണ്ടോ, MN എന്നുള്ള ലൈന് നമ്മുടെ പോയിന്റ് Pയിൽ കൂടാണ് പാസ് ചെയ്ത് പോകുന്നത്. പിച്ച് പോയിന്റ് P ആണ്. സോ അതാണ് ഇവിടെ പറയുന്നത്. The common normal at the point of contact between a pair of teeth must always pass through the pitch point. ഇവിടെ നോക്കിയാൽ മതി, നമ്മുടെ കോമൺ നോർമൽ ഈ പിച്ച് പോയിന്റ് Pയിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. This is the fundamental condition which must be satisfied while designing the profile for the teeth of the gear wheel. It is known as law of gearing. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് law of gearing. Okay, thank you.